ആൻഡ് ഓഷൻ ഓഫ് ഡിസ്കവറി ബോർഡൊക്കെ വായിച്ചതേ അകത്തേക്ക് കയറി. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ഇവന്മാരെ ആട്ടോ ആദ്യം കാണാനുണ്ടായിരുന്നത്. ഇവരുടെ പേര് ഞങ്ങൾക്ക് ആർക്കും വലിയ പിടുത്തുണ്ടായില്ല. അപ്പോൾ കണ്ണനാ പറഞ്ഞത് അമ്മ അതിൻ്റെ പേര് ഒക്ടോബർ എന്നാണ്. അങ്ങനെ അവന്മാരെ കുറച്ച് നേരം നോക്കി കുരുകുരുന്ന് കുറേ ഉണ്ട് കേട്ടോ. വെറുതെ ഒന്ന് അങ്ങോട്ടോടും ഒന്ന് ഇങ്ങോട്ടോടും കുറച്ച് നേരമൊക്കെ നമ്മൾ എഴുന്നേറ്റ് നോക്കും. നമ്മുടെ ഡിസ്കവറി ചാനലിൽ കാണുന്ന ആ ഐറ്റം തന്നെ. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നപ്പോൾ പിള്ളേർ സെറ്റുകളാണെങ്കിൽ ഇവർ ചില്ലും ഇട്ട് ഇങ്ങനെ കൊട്ടാണ്. അപ്പോൾ അവർ അങ്ങോട്ട് വരുമല്ലോ, കൊച്ചുങ്ങൾക്കൊക്കെ ഒരു രസം. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ എന്തൊട്ടൊക്കെയാണ് ഇനി കാണാനുള്ളത് എന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങി പോവാണ്. അപ്പോൾ ഇവരിത് ആർട്ടിഫിഷ്യലായിട്ട് നല്ല നാച്ചുറൽ ഫീൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു അക്വേറിയം ആണെന്നുണ്ടെങ്കിലും സാധാരണ ചില്ല് ഇതിൻ്റെ ഉള്ളിൽ മീനിട്ടേക്കല്ല അവർ അത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നല്ലൊരു വ്യൂ നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു പാറക്കെട്ടും അതിൻ്റെ ആ ഒരു ഫീലും ഇതോ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ നാട്ടിലെ അക്വേറിയങ്ങളിൽ സാധാരണ കാണുന്ന അതേ ടൈപ്പ് ചെറിയ ചെറിയ കുഞ്ഞി നല്ല ഭംഗിയുള്ള കുരുകുരു എന്നുള്ള മീനുകളെ ഇങ്ങനെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊന്നല്ല, നമുക്ക് ആവശ്യം ഇതൊന്നും കാണാനല്ല നമ്മൾ വന്നേക്കണം. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും നല്ലൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ നിന്ന് ഭയങ്കര കൈയൊക്കെ നീക്കി കാണിച്ച് നോക്കണ്ട് ഇതെന്താ സംഭവം എന്ന് പറയാൻ. ഞാനും കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഫുൾ ഗ്രീൻ ആയാലും പെട്ടെന്ന് അവനെ അങ്ങോട്ട് ക്ലിക്കായില്ല. ഇതൊക്കെ ഇരിക്കണുണ്ടോ, പച്ച കളറായ ഇലയുടെ അതേ കളറിലായിട്ട് ഒരാൾ ഒളിച്ചിരിക്കണുണ്ടോ. അവൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരിവിടെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇയാളെ കണ്ടില്ലെങ്കിലും നമുക്ക് ബോർഡ് കണ്ടെങ്കിലും പോകാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറപ്പൊക്കെ തോന്നി നമ്മൾ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന ജീവികളെയൊക്കെ ഇവരിവിടെ നല്ല ഭംഗിയിൽ ചില്ലുകൂട്ടിലാക്കി നെയിമൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ഈ കാണാവുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവന്മാരൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടേക്കണത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുന്തം കാശ് പോയി, ഇതിനെ കാണാനാണ് ഈ പാറ്റയും പല്ലിയും ഈ വീടൊക്കെ നമ്മുടെ നാട്ടിൽ പാടത്ത് ഇഷ്ടം പോലെയുള്ള സാധനമല്ലേ, ഇതിനെ കാണാൻ എന്തിനാ പോകും. കണ്ടോ ഒരു മാവിലയുടെ അത്രയും നല്ല വലുപ്പം. ഇതിൽ വീഡിയോയിൽ അത്ര വലുപ്പം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല വലുപ്പം. ഇത്രയും വലുത് നമ്മുടെ നാട്ടിലില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ചെറുതിനെയൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലുതിനെ ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ കണ്ടു. പിന്നെ നമ്മുടെ ഇവിടെ കാണുന്ന ടൈപ്പ് പ്രാണികളൊക്കെ തന്നെ. അങ്ങനെ വന്നപ്പോൾ വലിയൊരു ഓന്ത് ഇവിടെ ഇരിക്കണുണ്ടോ. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല വലുപ്പമുണ്ട്. നമുക്ക് കാണുമ്പോൾ ഇതിന് കാണുമ്പോൾ അത്ര വലുതായിട്ട് തോന്നില്ല, നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും നല്ല വലുപ്പമുണ്ട്. ഡ്രാഗൺ ശരിക്കും അവനൊരു ഡ്രാഗൺ പോലെ തന്നെ അവിടെ ഇരിക്കണം, കാരണം മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്ത് നടക്കാതെ. നമ്മുടെ നാട്ടിലെ പല്ലി ഇത്തിരി വലിയ പല്ലി ഇത് ഇവിടെ ഒളിച്ചിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒളിച്ചിരിക്കുക, കാണാൻ പറ്റണില്ല. ഇതിൻ്റെ ഉള്ളിലുണ്ട് സംഭവം, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് അക്വേറിയാന്നുണ്ടെങ്കിലും ഇവർ ശരിക്കും ഒരു നാച്ചുറൽ ഫീലിൽ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിള്ളേരാണെങ്കിൽ ഓരോന്ന് കാണുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഓടി. അപ്പോൾ ഇവർക്ക് വലിയ മീനെ കാണാൻ വേണ്ടി വന്നേക്കണത്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ആർക്കും വലിയ താല്പര്യം തോന്നില്ല. അങ്ങനെ ഉള്ളിലേക്ക് പോകും തോറും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ശരിക്കും ഒരു ഡാർക്ക് ഒരു ഫീലിലേക്ക് വരണം. നല്ല തിരക്കാട്ടോ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ക്യൂ നിൽക്കണ പോലെ തന്നെ നമ്മൾ നിൽക്കണത്. അപ്പോൾ ഞാനും അതിൻ്റെ ഒപ്പം അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും അത് സ്റ്റാർട്ടിങ് ആയ കാരണോണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളെ കാണിച്ച് നമ്മളെ ഒന്ന് ഇതാക്കിയേക്കണതായിരിക്കും. ഉള്ളിലേക്ക് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പോകും തോറും ഈ ചെറിയ മീനുകളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഈ മീനിൻ്റെയൊക്കെ പേര് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. ഞാനൊക്കെ ഇതുപോലെ നോക്കി. പിന്നെ അതിൻ്റെ സൈഡിൽ അതിൻ്റെ ബോർഡ് പേര് എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി പോകുന്നു. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് ലൈറ്റിംഗ് ഒക്കെ മാറി. അപ്പോൾ എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും. കാരണം അതിൻ്റെ ഒരു ഫീല് നല്ലൊരു ഓഷൻ ഫീലൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫിഷസ്, നല്ല സെറ്റിങ്സ്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ പോയി
ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ രാജേശ്വരൻ പറഞ്ഞു വട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, നേരെ പോവായിരുന്നു, വെറുതെ സമയം പോയിന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിലേക്ക് പോയി. ആ എത്തിടാ, ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി വന്നത് വെറുതെ ആയില്ല, ഇനി അങ്ങോട്ട് കാഴ്ചകൾ കിടക്കാണ്, എന്തായാലും വേസ്റ്റ് ആയില്ല സംഭവം എന്ന് മനസ്സിലായി. നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ വലിയൊരു ടാങ്ക്, ഒരു വലിയ ടാങ്ക് നിറച്ച് മീനുകളാണ്. സൈഡിലും മീൻ, താഴെ നോക്കിയപ്പോൾ താഴെ ഒരു വലിയ അക്വേറിയം, ഓപ്പൺ അക്വേറിയം. ഇങ്ങനെ എന്ത് വലിയ മീനുകളാണെന്നറിയോ, നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിൻ്റെയൊക്കെ വലിപ്പം കേട്ടോ. ഇതാ ഇതൊക്കെ പോണ കാണാൻ എന്ത് രസമാണ്, നമ്മുടെ സൈഡിൽ കൂടെ ആട്ടോ ഈ പോണത്. ഇവരൊക്കെ നല്ല സൈലൻ്റായി, വലിയ സ്പീഡൊന്നും ഇല്ലാതെ പതുക്കെ പതുക്കെ പോകുന്നു. കാരണം വലിയ സ്പീഡിൽ പോകാനൊന്നും അവന്മാർക്ക് പറ്റില്ല, കാരണം അത് അത്രയുണ്ട് അവരുടെയൊക്കെ വലിപ്പം. എൻ്റെ അത്രയും ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ അത്രയും വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ. വലിയ വലിയ മീനുകൾ. അങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ കണ്ട് പോവാണ്. സ്ലോ മോഷനിലാട്ടോ ഇവരൊക്കെ പോണത്, കാരണം വലിയ സ്പീഡിൽ പോകാനായിട്ട് അവന്മാരുടെ വണ്ണം സമ്മതിക്കുന്നില്ല തോന്നുന്നു. അങ്ങനെ ചുറ്റും മീൻ. അപ്പോൾ ഒരു സന്തോഷമായിട്ടോ ഞങ്ങൾക്ക്, കാരണം വന്നത് വെറുതെ ആയില്ലല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെ ഞാൻ ഇതിൻ്റെ അടുത്തൊന്ന് നിന്ന് നോക്കിയതാ, കാരണം വലുപ്പം കണ്ടപ്പോഴേ. ഇവന്മാരെ മാത്രം ഒറ്റയ്ക്കാണ് കേട്ടോ ഇട്ടേക്കണേ, മറ്റു മീനുകളായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാണ്ട്. അങ്ങനെ അടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു അസ്ഥി കൂടെ ഇരിക്കുന്നു. കാരണം ഇവന്മാർ പിരാന ഫിഷസ് ആണ്, ഇത് ഇത്തിരി ഡേഞ്ചർ പാർട്ടീസ് ആയ കാരണം കൊണ്ട് അങ്ങനെ ചെയ്തേക്കണേ. ചുറ്റും മീനുകളാട്ടോ, ചുറ്റും നിറച്ച് മീനുകൾ. ഓരോ മീനുകളുടെ വലിപ്പം പറയാണ്ട് പറ്റില്ല കേട്ടോ. എൻ്റെ അത്രയും വെയിറ്റ് ഉണ്ട് തോന്നുന്നു. മുകളിലും താഴെയും സൈഡിലൊക്കെ നിറയെ മീനുകൾ. തിന്ന് നശിപ്പിക്കാൻ പറ്റിയ ടൈപ്പ് അതെ കോക്കനട്ട് ക്രാബ്. കണ്ട പേര് പോലെ തന്നെ അതിൻ്റെ വലിപ്പം നോക്കി, ഇതൊക്കെ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ പാറ പോലെ ഇവർ ഈ ചെയ്ത് വെച്ച സംഭവത്തിൻ്റെ ഉള്ളിലും ഇതായിരിക്കണതിൻ്റെ സൈസ് വലിയ സൈസാണ്. അത് ശരിക്കും ഒരു തെങ്ങ് വരെ അത് തിന്ന് നശിപ്പിക്കുന്ന പറയണേ. പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റണ മീൻ. ഇത് അതിൻ്റെ ഫോട്ടോ ഇത് നമുക്ക് കാണാനായിട്ട് അവർ വച്ചേക്കുന്നതാണ്. ഈ ക്രാബ് എന്താ നേരിട്ട് ഇരിക്കുന്നു. എന്താ കരയിലും ഇരിക്കുന്നുണ്ട്, അത് വെള്ളത്തിലുണ്ട്. ഇതിന് വെള്ളത്തിലും കരയിലും ഒരേപോലെ തന്നെ ജീവിക്കാൻ പറ്റുന്നു. ഇങ്ങനെ വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, വേറെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ എല്ലാം സൂപ്പറാട്ടോ. ഇതിന് എടുത്തുകൊണ്ട് നടന്നുള്ള കാഴ്ച വലിയ രസമില്ലാത്ത പരിപാടിയാണ്, ഒട്ടും രസമില്ലാത്ത പരിപാടിയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം എടുക്കാൻ പറഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറുന്നവരെ എടുത്തുകൊണ്ടിരുന്നിട്ട് കാണിക്കാൻ നിറച്ച് മീനുകൾ. മുകളിൽ താഴെ സൈഡിലും എല്ലായിടത്തും നിറച്ച്, നല്ല തിരക്കുണ്ട്. പിള്ളേര് തന്നെ കുറേ ഉണ്ട് കേട്ടോ. അടുത്ത സ്ഥലത്ത് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള സ്ഥലത്ത് എത്തിയിട്ടോ. എൻ്റെ അമ്മോ ഒന്നും പറയാനില്ല, ചുറ്റും മീൻ. ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടെ പോണൊരു ഫീലാണ് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് നടക്കണ്ട ഇതിൻ്റെ ഉള്ളിൽ, നമ്മൾ ഈ എക്സിലേറ്റർ തന്നെ സ്റ്റെപ്പ് അല്ലാണ്ട് പ്ലെയിൻ ആയിട്ടില്ലേ, അതുപോലെ ഒരു സംഭവമാണ്. അപ്പം നമ്മളിവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ലോവലി പോവും. പോണേൻ്റെ പൊയ്യോ ഷാർക്ക് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഒക്കെ ആട്ടോ പോണേ. മീനുകൾ നോക്കിയേ എൻ്റെ തലയുടെ മുകളിൽ കൂടെ പോണു. ഇതിലിപ്പോൾ പിള്ളേരേനേലും കൂടുതൽ സന്തോഷം, ആൻസൈറ്റി, എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കാട്ടോ. കാരണം അവർ കുഞ്ഞിലേ കാണാണ് എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഷാർക്ക് പോകണുണ്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 30 വയസ്സായി. ഗൗരി 1.5 വയസ്സായി. ഗൗരി ഇപ്പോൾ കാണുന്നതും ഞാൻ കാണുന്നതും ഒരേപോലെയാണ്.
എന്താ പറയാ, അന്യായ ഫീല് നമ്മുടെ കയ്യെത്തി പിടിക്കാൻ പാകത്തിന്. അതായത് ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, നമ്മുടെ സൈഡിലോ നിറച്ച് മീൻ. പേരൊന്നും അറിയില്ല, പല വെറൈറ്റിയിലുള്ള കുറേ മീനുകൾ നമ്മുടെ സൈഡിൽ കൂടെയും നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചില്ലിന് കൈ തൊടാം, ആ മാതിരി. കണ്ട ഒരു കൂട്ടം സ്ലോ മോഷനിൽ പോകണുണ്ടോ നമ്മളെ നോക്കിക്കൊണ്ട്. ഇതിലിപ്പോൾ ഞാൻ ക്യാമറ കൂടുതലായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കാണാൻ പാകത്തിന് പിടിച്ചേക്കണം പറഞ്ഞിട്ടേ ഷാർക്കിൻ്റെ വായും എൻ്റെ തലയും അത് സ്ലോലി പോകണുണ്ടോ. എനിക്ക് പോരാൻ തോന്നുന്നില്ല കേട്ടോ. അവര് ആയിഷേട്ടൻ പിന്നെയും ഇങ്ങനെ എക്സലേറ്ററിൻ്റെ ഒപ്പം ചെറുതായിട്ട് നടക്കണുണ്ട് കേട്ടോ, വേഗം അങ്ങോട്ട് എത്താനായിട്ട്. ഞാൻ പോണേ ഇല്ല, ഞാൻ അവിടെ തന്നെ നിൽക്കണം. എനിക്ക് മീനുകളെയൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല. അത് ആൾക്കാരൊക്കെ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എല്ലാവരും വീഡിയോ എടുക്കുകയാണ്. ഇവിടേക്ക് ഇത്തിരി ഡാർക്കായിട്ട് ആയിരിക്കണം കേട്ടോ, ലൈറ്റിംഗ് ഒക്കെ കുറവാണ്. കാരണം ആ ഒരു ഫീല് കിട്ടാനായിട്ട് ശരിക്കും നമ്മൾ ആ കടലിൻ്റെ അടിത്തട്ടി പോണ ആ ഒരു ഫീൽ തന്നെയാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ. കണ്ടോ, ശരിക്കും പാറയും താഴത്ത് മണലും ശരിക്കും ഒരു വെള്ളത്തിൻ്റെ അടിയിൽ പോണ അതേ ഫീല്. അപ്പോൾ ഞാൻ ഈ ക്യാമറ കൂടുതലായിട്ട് എനിക്ക് മുകളിൽ മീനിൻ്റെ തലയുടെ മുകളിൽ കൂടെ പോണ ആ ഒരു ഇത് കിട്ടാനൊരാഗ്രഹം കാരണം ഞാൻ ക്യാമറ മുകളിലേക്ക് വെച്ചേക്കണ തന്നെ കേട്ടോ ഈ വീഡിയോയിൽ മുകളിലെ പൈപ്പിൻ്റെ സംഭവങ്ങളൊക്കെ കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് പൈപ്പോ അങ്ങനെ വേറെ ഇവരുടെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ജസ്റ്റ് നമ്മളൊരു ഹോളിൽ ഇങ്ങനെ ചുറ്റും വെള്ളം, കടലിൻ്റെ അടിയിലൊരു ഹോളിൽ നമ്മൾ പോണതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ. അതേ നിറച്ച് മീനുകൾ. എനിക്ക് ഈ സൈഡിൽ ഇരുന്ന് കാണുന്നതിലും കൂടുതൽ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം കൂടുതൽ തന്നെ എൻ്റെ തലയുടെ മുകളിൽ ഇങ്ങനെ മീൻ പോകണതാണ്. അത് കാരണം ഞാൻ കൂടുതലും അങ്ങനത്തെ വീഡിയോസ് എടുത്തേക്കണം കേട്ടോ. കണ്ണിന് ഇവിടെ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ മാത്രം കേട്ടോ എനിക്ക് പിള്ളേരെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. കണ്ണിന് വച്ചും ഇതൊക്കെ ഇതിലങ്ങോട്ട് ശ്രദ്ധിച്ച് അവർ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എടുക്കാനും പറഞ്ഞില്ല, ഒന്നുമില്ല. കാരണം അവർക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമല്ലേ. ഇതേ നോക്കി ഓരോ കൂട്ടമായിട്ട് ഓരോ ഇനം മീനുകൾ ഓരോ കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നു. ഞാനാണെങ്കിൽ മുകളിലേക്ക് തന്നെ നോക്കുകയാണ്. എനിക്ക് എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഷാർക്ക് പോണത് കാണാനാണ് ആഗ്രഹം. അങ്ങനെ മീനുകൾ പോണു. ഗൗരി ഇതൊക്കെ കണ്ടിട്ടേ കൊച്ചിന് എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ള, ചുറ്റും ഇങ്ങനെ ഒരു ഇത്. അവള് വാശിയൊന്നും കാണിച്ചൊന്നുമില്ല, അവളെ കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും നല്ല സമാധാനത്തോടു കൂടി ഇതൊക്കെ നിന്ന് കാണാണ്. കാരണം എല്ലാവർക്കും പുതിയൊരു അനുഭവമല്ലേ. ഞാൻ നമ്മുടെ നാട്ടിലത്തെ ഇങ്ങനെ അക്വേറിയം കണ്ടിട്ടില്ല കേട്ടോ. കാര്യം നമ്മുടെ മറൈൻ വേൾഡിൽ ഇതുപോലെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയിട്ടില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് ഇത്തിരി വീഡിയോ എടുത്തേക്കുന്നതാണ്. ഇതൊരു 1 മണിക്കൂറോളം കണ്ട് നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിലേക്കൂടെ പോയി എന്ന് തോന്നുന്നു. നടക്കണ്ട, അതിൻ്റെ പെട്ടെന്ന് എൻ്റെ തലയുടെ മുകളിൽ ഒരു തെരണ്ടി പോയല്ലോ. സത്യത്തിൽ ഞാൻ പേടിച്ചതാട്ടോ. കാരണം ചെറുതല്ല, വലുതാണ്. പെട്ടെന്ന് തലയുടെ മുകളിലേക്ക് പോയപ്പോൾ എന്തുട്ടെന്നുള്ളൊരു ആ ഒരു ഇത്. അങ്ങനെ ചുറ്റും നല്ല രസം, ഒന്നും പറയാനില്ല. നമ്മൾ ആഗ്രഹിച്ച് വന്നത് സഫലമായി. തരണ്ടി എൻ്റെ മുഖം കണ്ടോ, എൻ്റെ തലയുടെ മുകളിൽ. അങ്ങനെ അത് പോകുന്നു. എൻ്റെ മുഖം നോക്കി പിള്ളേരെക്കാളും കൂടുതൽ എക്സ്പ്രഷൻ ആട്ടോ എനിക്ക്. ഓരോ ടൈപ്പ് മീനുകൾ, ഇനിയൊന്നും പേരും കാര്യങ്ങളൊന്നും അറിയില്ല. പല ടൈപ്പ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത്തിരി ഇരുട്ടായതുകൊണ്ട് വീഡിയോ അത്ര രസമില്ല എന്ന് തോന്നുന്നു. നമുക്ക് നേരിട്ട് കാണുന്ന ഫീലൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ പാറക്കെട്ടിൻ്റെ ഇടയിലൂടെയൊക്കെ പോണ പോലെ തന്നെ നിറച്ച് മീനുകൾ. നമ്മുടെ തലയുടെ മുകളിൽ കൂടെ മീൻ പോണു. ഇതിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കിയേ. പുള്ളിക്കാരൻ ഇത്തിരി ഗൗരവക്കാരനാന്ന് തോന്നുന്നു. സ്ലോ മോഷനിലാണ് പോണത്. പുള്ളിക്ക് വലിയ ധൃതിയൊന്നുമില്ല. ഷാർക്കൊക്കെ നല്ല സ്പീഡിലാട്ടോ പോണത്.
ഞാൻ കൂടുതലും ഇങ്ങനെ ക്യാമറ മുകളിലേക്കാട്ടോ പിടിച്ചത്. കാരണം എനിക്ക് ഈ തലയുടെ മുകളിൽ കൂടെ ഫോണിൽ കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സുഖം, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും. അങ്ങനെ ഈ മീനെ കാണൽ മാത്രമല്ല, ശരിക്കും അവർ എന്താ പറയുക, ഇതിൻ്റെ ഞാൻ ഒരു ഫീല് കിട്ടാനായിട്ടേ ശരിക്കും പാറ, ആ പാറക്കല്ലും ആ സീൻ്റെ അടിയിൽ കാണുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെ അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ തന്നെയാണ് ശരിക്കും കിട്ടണേ കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ മീനുകൾ ഇരിക്കുന്നുണ്ട്, കണ്ട ആ പാറക്കല്ലിൻ്റെ ഇടയിലാണ് ആ മീനൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ പോയി 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 എനിക്ക് കണ്ടിട്ട് കൊതി മാറണില്ല. കാരണം എന്തോരം മീനുകളെ കണ്ടതെന്നറിയാം. ഈ വീഡിയോയിൽ കുറച്ച് കാണുന്നുള്ളൂ, പക്ഷെ ഇതിൻ്റെ ഒന്നല്ല. ഞാൻ കുറച്ച് ചെറിയ 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 ക്ലിപ്സാണ് എടുത്തേക്കണ വീഡിയോ. എന്നിട്ട് തന്നെ ഇത്രയധികം മീനുകൾ. എന്താ ഇവിടെ താഴെ ഒരു മീൻ കിടക്കണുണ്ടോ? അങ്ങനെ വലിയൊരു മീൻ പോയതായിട്ട് ഈ കാണുന്നത്. അതിൻ്റെ വലിപ്പം കാരണം എൻ്റെ ക്യാമറ പിടിച്ചത് ബ്ലാക്കായി പോയി. അത്ര വലിയ മീനൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോവാണ്. ഒരു ആമ നോക്കി, മഞ്ഞ കളർ കുഞ്ഞിതല്ല കേട്ടോ, വലിയ ആമയാണ്. പുള്ളി മുകളിലേക്ക് പൊന്താനുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ സൈഡിലാണ്, എൻ്റെ സൈഡിൽ എനിക്ക് കൈ തൊടാം. മുകളിലേക്ക് പോണു, പുള്ളി പോവാണ്. ഒരമ്മേനെ മാത്രം കണ്ടുള്ളൂ കേട്ടോ, വേറെ പോണു. പുള്ളി ആ മുകളിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് നേരം ആമേനെയൊക്കെ കണ്ട് എന്തോ വലിയ സംഭവം, വലിയ അത്ഭുതം കാണുന്ന ഒരു ഫീലാട്ടോ ഉള്ളിൽ. ഇപ്പോഴാണ് ഒരു സന്തോഷമായത്. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഈ പല്ലീനെയും പാറ്റേനെയും ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചു വെറുതെ ആ നാട്ടിലെങ്ങാനും പോയി കണ്ടാൽ മതിയെന്ന് ചോദിച്ചു. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് ഒരിക്കലും നഷ്ടമായില്ല. കാരണം നല്ലൊരു ഫീല്. കുറേ മീനുകളെ കാണണമെന്ന് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ഒരു മീൻ അവിടെ കിടക്കണത് കേട്ടോ. പുള്ളി റെസ്റ്റ് എടുക്കാൻ തോന്നുന്നു. കണ്ണൻ കുറേ പ്രാവശ്യം അവിടെ തട്ടി നോക്കണ്ടേ, ഇത് ഉറങ്ങാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ജീവനുള്ളത് തന്നെയാണ്. അങ്ങനെ പുറത്തേക്ക് കഴിയാറായി എന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ നല്ല സമാധാനത്തോടു കൂടി കഴിഞ്ഞു. നമ്മളങ്ങനെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി തീർന്നിട്ടില്ല കേട്ടോ കാഴ്ചകൾ. ഇനിയും കാഴ്ചകളുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ട എല്ലാ മീനുകളുടെയും പേരും ഡീറ്റെയിൽസൊക്കെ അവരിവിടെ താഴെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ബോർഡിൽ വേണമെങ്കിൽ എല്ലാ മീനുകളുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. ഇത്ര നേരം സ്ലോവിലാട്ടോ പോയിരുന്നത്. ഇപ്പം ഇത്തിരി സ്പീഡ് കൂട്ടി. കാരണം ഇത് പോയി നമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മ ഓരോരോ സ്ഥലത്ത് സ്റ്റോപ്പ് കൂടെ ഉണ്ട്. ഓരോന്നോരോന്ന് എടുക്കാണ്. നമ്മുടെ കയ്യിലത്തെ കാശ് പോകാനുള്ള നല്ല വഴികളാണ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ റൂബിൻ സ്ക്യൂബൊക്കെ നാട്ടിക്ക് കൊടുത്തല്ലേ, ഇവിടെ അതിനൊക്കെ 60 എന്നൊക്കെ എഴുതിയേക്കണം. നല്ല നല്ല പൈസയാണ്. ഇതുണ്ടോ, ആദ്യം എന്തായാലും നോക്കിപ്പോയി. ഞാനും ആ സൈഡിലേക്ക് വല്ലാണ്ടൊന്നും നോക്കണില്ല. കാരണം നമുക്കറിയാം നമ്മുടെ അതിന് കാശില്ലാരും. എന്നാലും നല്ല രസം കേട്ടോ. അങ്ങനെ നമ്മൾ മലേഷ്യൻ കോലാലംപൂർ സിറ്റിയോടൊക്കെ യാത്ര പറയാം കേട്ടോ. ഇനി എന്ന് എപ്പോൾ വരുമോ എന്ന് പോലും അറിയില്ല. പക്ഷെ 3 ദിവസം നമ്മൾ സന്തോഷമായിട്ട്, നമുക്ക് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റി. ഒരുപാട് ഓർമ്മകൾ. കാരണം നമ്മൾ ഈ സ്ഥലങ്ങൾ കാണുന്നത് മാത്രമല്ല, എന്നും രാവിലെ എനിക്ക് ആ വീട്, പിന്നെ ജോലി, ഇതൊക്കെ തന്നെയല്ലേ എന്നും റിപ്പീറ്റ് ചെയ്ത് വരണത്. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ലൈഫ് തന്നെ ഒരു ബോറടിച്ച് പോകില്ലേ. അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെയൊക്കെയുള്ള സമയങ്ങൾ, വല്ലപ്പോഴും 1-2 ദിവസത്തേക്കേ നല്ലതുള്ളൂ കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനെ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മുഷിച്ചിൽ വരും. ഒരു 2 ദിവസം, മാക്സിമം ഒരാഴ്ച, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞൊക്കെ നോർമലാവും. അപ്പോൾ അങ്ങനെ ഒരു 2-3 ദിവസത്തെ വെക്കേഷൻ നമുക്ക് എന്താ പറയുക, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷിക്കാൻ വേണ്ടേ. കുറേ ജോലി ചെയ്തു, കുറേ സമ്പാദിച്ചു, അതുമാത്രമല്ലല്ലോ, നമുക്ക് ഇങ്ങനെ കുറച്ച് ഓർമ്മകളും കൂടെ
വേണ്ടേ? അങ്ങനെ ഞങ്ങളതേ ഇനി എയർപോർട്ടിലേക്ക് പോവാം. അപ്പോൾ പിള്ളേർക്ക് പോണ വഴിക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടാട്ടോ പോണത്. കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഇനി ഭക്ഷണം ഫുഡ് ഉണ്ട് എങ്കിലും പിള്ളേർ കഴിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ രാത്രി 10:30 11 മണിയാവും തോന്നുന്നു നമ്മൾ കൊച്ചിയിലെത്തുമ്പോൾ. അപ്പോൾ അവരിപ്പോൾ നല്ല ഉറക്കമാണ്. ഇനി ചിലപ്പോൾ ഇപ്പോൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ അത് കിടന്ന് ഉറങ്ങിയാൽ ഇങ്ങോട്ട് വന്ന ടൈം അതും രാത്രി തന്നെയായിരുന്നു ഫ്ലൈറ്റ്. പിള്ളേർ ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ടല്ല രാത്രി ടൈം എടുത്തേട്ടോ. അപ്പോൾ അവള് ഒരു 3-4 ട്രിപ്പ് ഇങ്ങനെ കരഞ്ഞ് വാശി പിടിച്ചു. എന്നാലും പിന്നെ നമ്മളിങ്ങനെ തോളിലിട്ട് കൊട്ടി ഇങ്ങനെ പതുക്കെ കൊട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഉറങ്ങിപ്പോയി. പക്ഷെ പിള്ളേർക്ക് കിടന്നുറങ്ങണ സുഖം ഉണ്ടാവില്ലല്ലോ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കണു. എത്താറായി എന്ന് തോന്നുന്നു. ഇല്ല എത്താറായിട്ടില്ല. ഒരു 40 കിലോമീറ്റർ ഉണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. 40 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്രയും സ്ലോവിലല്ല കേട്ടോ വണ്ടി പോണേ. പ്രധാന കാരണം ഇവിടുത്തെ റോഡുകൾ നമ്മുടെ നാട്ടിലെ റോഡ് പോലെയല്ല. കുഴിയില്ല, ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഈ വന്നിട്ട് പോയ സ്ഥലങ്ങളിൽ ഇത്രയും ദൂരം ഇപ്പോൾ ഇങ്ങനെ പോലും ഇത്രയും സ്ഥലങ്ങൾ കണ്ടുവല്ലോ. ഈ പോയ വഴിയിലൊന്നും റോഡ് നല്ല സൂപ്പർ റോഡായിരുന്നു. കുണ്ടും കുഴിയും അങ്ങനെ യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ റോഡുകളെക്കാളും നല്ല റോഡുകളാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 40 കിലോമീറ്റർ ഇങ്ങനെ വണ്ടിയിൽ പോവുക. എയർപോർട്ടിൽ ലഗേജൊക്കെ കയ്യിലുണ്ട്. അങ്ങനെ എത്താറായി എന്ന് തോന്നുന്നു. എയർപോർട്ടിലെത്തി. ഇനി ഒരു മണിക്കൂറും കൂടി ഉണ്ട് നമ്മുടെ ടൈം. നമ്മൾ നേരത്തെ എത്തി കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കൊച്ചിയിലേക്ക് പോകാനായിട്ട് രാജേഷേട്ടന് നല്ല ധൈര്യമായിരുന്നു. കാരണം ഫ്ലൈറ്റിന് 1.5 മണിക്കൂർ മുന്നേ എത്തിയാൽ മതി, 2 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ മുന്നേ എത്തിയാൽ മതി, ഇപ്പം അതൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്ലോയിലാട്ടോ ചെന്നത്. അത് കാരണം നമുക്കധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. ബാക്കി ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഇമിഗ്രേഷൻ്റെ എല്ലാം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും കറക്റ്റ് ടൈമായിരുന്നു ഫ്ലൈറ്റിൽ കയറാനായിട്ട്. ഇവിടെ നേരത്തെ എത്തിയാൽ ഇനി ഒരു 1-1.5 മണിക്കൂറോളം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് നടന്നതാട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ ഇത്ര അടുത്ത് മദ്യക്കുപ്പികൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മൊത്തം ഇത് മാത്രമേ ഉള്ളൂ. നല്ല നല്ല ഭംഗിയുള്ള കുപ്പികൾ കേട്ടോ. എന്താ പറയുക, തലോട്ടിയുടെ ഷേപ്പും എന്തൊക്കെയോ ഷേപ്പുകളൊക്കെ ഉള്ള നല്ല കാണുമ്പോൾ നല്ല രസം. പിള്ളേരോളൊക്കെ അതിന് സൈഡ് നിൽക്കണമെങ്കിൽ ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നുന്നു. കാരണം ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നു നിന്നാണ് പർച്ചേസ് ചെയ്യണത് ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ എത്തി. ടൈമായി, ഫ്ലൈറ്റിൽ കയറി. ഇനി പെട്ടെന്നൊന്ന് ഇവന്മാർ രണ്ടുമൊന്നും ഉറങ്ങിയെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരു സൈഡിലും രാജേഷേട്ടൻ തൊട്ടപ്പുറത്ത് അവിടെയായിട്ട് ഇരിക്കണത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, സി യു.